ഇഫ്താറിൻ്റെ ടൈമിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉള്ളിയൊന്നും വഴറ്റാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഫുട്ബോൾ ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫുട്ബോൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സർ ജാറിലേക്ക് വെള്ളമൊന്നും ഇല്ലാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ബ്രെഡാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇനി ഈ ചിക്കനെ ബോൾസ് ആക്കി എടുക്കണം. ഇതുപോലെ ഈ സൈസിലുള്ള ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ബോൾസ് ആക്കി എടുക്കാം. വലിയ ബോൾസ് ആക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ചെറുത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഈ ബോൾസ് ഉണ്ടാക്കിയത് ഒരു 20 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ബോൾസ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബ്രെഡിനെ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ചിക്കനിലേക്ക് ഈ ബ്രെഡെല്ലാം ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഫുട്ബോളിൻ്റെ ഷേപ്പിൽ വരും. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ബ്രെഡ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് അവിടെയെല്ലാം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഫുട്ബോളിൻ്റെ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ചിക്കൻ ഫുട്ബോളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഫുട്ബോൾ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഉള്ളിലുള്ള ചിക്കന് വേവിക്കാത്ത ചിക്കനാണ്. അപ്പോൾ ഫുള്ളായിട്ട് നല്ല ബ്രൗൺ കളറായി വന്നാൽ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുട്ബോൾ ചിക്കൻ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉള്ളി മുറിക്കാനോ അതോ വഴറ്റാനോ ഉള്ള പണിയൊന്നുമില്ല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.